നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് വാജിവാഹനമാണ്. തികച്ചും പരിപാവനമായി കരുതുന്ന ശബരിമല ഇന്ന് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൈകളിലാണ്. ദിനംപ്രതി പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും അത് വ്യക്തമാണ്. കപ്പിത്താൻ മുതൽ മന്ത്രിമാർ വരെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കണ്ണികളാണ്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം കവർന്ന കേസിലും കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത് SITക്ക് അനുമതി നൽകി. കട്ടിലപ്പാളി കേസിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രിയുടെ ജാമ്യാപേക്ഷ 19-ന് പരിഗണിക്കും. വിജിലൻസ് കോടതി ആവശ്യപ്പെട്ട സത്യവാങ്മൂലം നൽകാൻ പ്രതിയായ പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് കഴിഞ്ഞ ദിവസം കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു. ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ റിമാൻഡിൽ കഴിയുന്ന CEO പങ്കജ് ഭണ്ഡാരിയുടെ ഒപ്പ് ബ്ലാങ്ക് ചെക്കിൽ വാങ്ങുന്നതിന് അനുമതി തേടിയപ്പോഴാണ് സത്യവാങ്മൂലം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. പണം എന്താവശ്യത്തിന്, ജീവനക്കാരുടെ എണ്ണം, ശമ്പളത്തിന് വേണ്ടിവരുന്ന തുക തുടങ്ങിയവ സംബന്ധിച്ചാണ് വിശദമായ സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശിച്ചത്. ഡിസംബർ 19-നാണ് ഭണ്ഡാരി അറസ്റ്റിലായത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 29 വരെ നീട്ടിയിട്ടുണ്ട്. നവംബർ 20-നാണ് പത്മകുമാർ അറസ്റ്റിലായത്. എന്തായാലും അതൊരു വശത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ വാർത്തകൾ നിറയുന്നത് ശബരിമലയിലെ വാജിവാഹനമാണ്. ഇതിൽ അടിമുടി ദുരൂഹതയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ SIT നടത്തിയ പരിശോധനയിൽ വാജിവാഹനം കണ്ടെടുത്തു എങ്കിലും അത് തീർത്തും ദുരൂഹമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർന്ന വേളയിൽ തന്നെ പഴയ വാജിവാഹനം കാണാനില്ല എന്ന ആരോപണം പരക്കെ ഉയർന്നിരുന്നു. 2017 ഏപ്രിലാണ് പുതിയ സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കാൻ നടപടികൾ ആരംഭിച്ചത്. 10 കിലോയോളം തങ്കം ഉപയോഗിച്ച് 3.5 കോടി രൂപ ചെലവിട്ടാണ് സ്വർണ്ണ കൊടിമരം നിർമ്മിച്ചത്. പുതിയത് സ്ഥാപിക്കുന്നതിന് മുൻപ് പഴയ കൊടിമരവും അതിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന അയ്യപ്പ വാഹന രൂപവും അഴിച്ചു മാറ്റിയിരുന്നു. അത് എവിടേക്കാണ് മാറ്റിയത് എന്നത് സംബന്ധിച്ച് യാതൊരുവിധ സ്ഥിരീകരണവും ദേവസ്വം ബോർഡ് ഇതുവരെ നൽകിയിട്ടില്ല. വർഷങ്ങളായി അയ്യപ്പ സന്നിധിയിൽ ഉണ്ടായിരുന്ന കുതിര രൂപത്തിന് ഭക്തർ സമാനതകളില്ലാത്ത വിലയാണ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണപ്പാളികളുടെ വിഷയം വിവാദമായ സാഹചര്യത്തിൽ പഴയ കൊടിമരവും കുതിര രൂപവും ഇപ്പോൾ ചർച്ചയാകുന്നത്. പുതിയ കൊടിമരം സ്ഥാപിക്കാൻ ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് നൽകിയത് സംബന്ധിച്ചും ദുരൂഹതയുണ്ട്. ഒരു പുതിയ കമ്പനിക്ക് ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു ഉയരാൻ സഹായം ചെയ്തു നൽകിയത് ആരാണെന്ന കാര്യത്തിലും ദുരൂഹത തുടരുന്നുണ്ട്. കൊടിമരം സ്ഥാപിക്കാനായി ദേവസ്വം ബോർഡ് പ്രത്യേകമായി തുറന്ന അക്കൗണ്ടിൽ മുഴുവൻ പണവും മുൻകൂറായി നിക്ഷേപിച്ചാണ് കമ്പനി നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരുന്നത്. പഴയ കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ച വാജി വെള്ളിയിലുള്ളതായിരുന്നു. പുതിയ കൊടിമരത്തിൽ സ്വർണം പൂശിയ പുതിയ വാജിയാണുള്ളത്. അപ്പോൾ ആ പഴയ വെള്ളിയിലുള്ള കുതിര എവിടെ പോയി എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. അത് ബംഗളൂരുവിലെ വ്യവസായിയുടെ വീട്ടിൽ ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വാജി മുതലാളിക്ക് കൊടുത്തതെന്നും ദുരൂഹമായി തുടരുന്നുണ്ട്. ഇങ്ങനെ കൈമാറാൻ ആർക്കും അധികാരമില്ല എന്നതാണ് ഒരു വസ്തുത. അതിനിടയിൽ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. ശബരിമലയിൽ നിന്നും 2019-ൽ അറ്റകുറ്റപ്പണിക്കായി സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനി എത്തിച്ചതും മുൻപൊരിക്കൽ സ്വർണം പൂശിയിട്ടില്ലാത്ത ശുദ്ധമായ ചെമ്പുപാളികൾ എന്ന് അറ്റകുറ്റപ്പണി നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ KB പ്രസാദ് വ്യക്തമാക്കിയിരുന്നു. ഒരിക്കൽ സ്വർണം പൂശിയ ലോഹങ്ങൾ തങ്ങൾ സ്വീകരിക്കാറില്ല എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. അതിനിടെ കേരളത്തിന് പുറത്തുള്ള ധനികരായ അയ്യപ്പ ഭക്തരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തതായി വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സന്നിധാനത്തിന് വില കൂടിയ ഒരു സമർപ്പണം നടത്താൻ 5ഓളം പേരിൽ നിന്നായി ഇയാൾ പണം വാങ്ങിയിരുന്നതായാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന സൂചന. പ്രദീപിന്റെ വെളിപ്പെടുത്തലിലൂടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സംബന്ധിച്ച ദുരൂഹത ഏറുകയാണ്. 1998-ൽ വിജയമല്യ ശില്പങ്ങൾ സ്വർണം പതിപ്പിച്ച രേഖകൾ എല്ലാം ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. ദേവസ്വം മരാമത്ത് ഓഫീസിൽ നിന്നാണ് രേഖകൾ കണ്ടെത്തിയത്. ഇതോടെ എത്ര സ്വർണം പൂശിയിട്ടുണ്ടെന്ന് കണ്ടെത്താനാകും. കിളിമാനൂർ കാരേറ്റ് സ്വദേശിയായ ഉണ്ണികൃഷ്ണന്റെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹത എന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണന്റെ ഭൂമി ഇടപാടിലും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ശബരിമല ദ്വാരപാലക ശില്പപീഠം കാണാതായി എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഇത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയായിരുന്നു. 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലാണ് ശബരിമലയിലെ ചെമ്പുപാളികൾ സ്വർണം പൂശിയത്.
ആ കാലത്തു തന്നെയാണ് ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചിരുന്നു. ഇവ ജീവനക്കാരനായ കോട്ടയം ആനിക്കാട് സ്വദേശി വാസുദേവൻ വഴി ശബരിമലയിലേക്ക് എത്തിച്ചുവെങ്കിലും അളവിലുള്ള വ്യത്യാസം കാരണം സ്ഥാപിക്കാനായില്ല. പിന്നീട് എവിടെയാണ് ഇത് എന്നും അറിയില്ലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വാസുദേവൻ തന്നെയാണ് ഇത് സൂക്ഷിക്കുകയെന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം.